നരേന്ദ്രമോദി മന്ത്രിസഭ വന്നപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ പാകിസ്ഥാനോടൊരു സൗഹൃദ ഭാഷയിൽ പോകാനായിട്ടായിരുന്നു. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിൻ്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് മറ്റേ ഇദ്ദേഹം പെട്ടെന്ന് അവിടെ പോയി കല്യാണമൊക്കെ കൂടി അങ്ങനെയൊക്കെ ആ ഒരു ശ്രമിച്ചു നോക്കി ഒരു സൗഹൃദത്തിൻ്റെ, അതായത് നരേന്ദ്ര ദാമോദാസ് മോദിയുടെ രാഷ്ട്രീയ ഗുരുവായ അടൽ ബിഹാരി വാജ്പേയി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അമൻ കി ആശ എന്ന രീതിയിൽ തന്നെയാണ് മോദി തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉറി, പുൽവാമ അറ്റാക്കൊക്കെ ഉണ്ടായി. അപ്പോഴാണ് പുൽവാമയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് നടക്കൂല, സൗഹൃദത്തിൽ ഇത് മുമ്പോട്ട് പോവില്ല, അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് പോകാനായിട്ട് അവർക്ക് പാകിസ്ഥാന് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഉറിയുടെ ഇതായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പുൽവാമയുടെ പകരം ബാലാകോട്ട് എയർ സ്ട്രൈക്ക് നടത്തി. പഹൽഗാം, അത് കഴിഞ്ഞിട്ട് അവർ പഹൽഗാം ആവർത്തിച്ചു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഇനിയും മനസ്സിലാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്താ പറയുക, പാകിസ്ഥാനോ ISIയോ അടങ്ങിയിരിക്കുക എന്നുള്ളതല്ല അവരുടെയും ഭാഷ. കാരണം ഡൽഹി ബ്ലാസ്റ്റ് നമ്മളത് അൺകവർ ചെയ്ത് നമ്മൾ അന്നേ പറഞ്ഞതാണ്. കാരണം ഇതൊരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ് നടത്താനായിട്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതിൻ്റെ അകത്ത് ഒരെണ്ണം പൊട്ടി. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് കണ്ടെയ്ൻ ചെയ്തേനെ. ഇതൊരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ് നടത്താനായിട്ടായിരുന്നു. ഒന്നിലേറെ ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ടീമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇത് അൺകവർ ആയിട്ടുള്ളൂ. മറ്റുള്ള ടീംസിനെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് എന്നാലും വെളി വന്നിട്ടില്ല. അന്നത്തെ ഒരു നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അവർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇനിയൊരു അലമ്പും കൂടെ അവരുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കയറി അടിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ തന്നെ ഒരു മിലിറ്ററി റെസ്പോൺസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് അന്ന് ഏതായാലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ അതും കൂടെ മറന്ന് മുമ്പോട്ട് പോകാനുള്ള രീതിയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ശരി, പാകിസ്ഥാൻ ചൊറിയാനായിട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചൊറിയുന്നുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനായിട്ട്, മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള ആളും അർത്ഥവും ഒക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് തന്നെ പിരിച്ച് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങൾ മേടിച്ച് അലമ്പുണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കട്ടിയാർ പറഞ്ഞതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ അത് ഈ ലിമിറ്റഡ് ആയിട്ട് പോലും നിർത്താനായിട്ട് നമുക്കും താല്പര്യമില്ല. കാരണം ഇതിലെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 88 മണിക്കൂർ കൊണ്ട് ആ ഒരു യുദ്ധം നിർത്തി പാകിസ്ഥാൻ വന്ന് കാലുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ യുദ്ധം നിർത്തിയത്.